എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും ഉള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് എക്സാമിനേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ എക്സാം കലണ്ടർ എങ്ങനെയാണ് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്പറിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് അത് വന്ന തീയതി അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു എക്സാമിനേഷൻ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് വരുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻസ് ഓർ ഇൻ്റർവ്യൂ എന്നുള്ള സെക്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എക്സാമിനേഷൻസ് എന്നുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സെക്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ സബ്മിറ്റിംഗ് കൺഫർമേഷൻ ഫൈനലൈസ്ഡ് ആഫ്റ്റർ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ, അതായത് കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അതിൽ ഫൈനലൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമും വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇയർ, ഇവിടെ നമുക്ക് ഏത് ഇയറിലേക്ക് വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് ഗോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഇയറിൻ്റെ എക്സാമിനേഷൻ കലണ്ടർ കാണാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നോക്കാൻ പോകുന്നത് നമുക്കൊരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതന്നെ ഈ സെക്ഷനിൽ തന്നെ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് പോവാം. അതിലിവിടെ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് 2024, 23 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ കാറ്റഗറി നമ്പർ വൈസായിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാറ്റഗറി നമ്പർ വരെ വന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റിൽ വരുന്ന ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാറ്റഗറി നമ്പർ അവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു എക്സാമ്പിളിന് 725 എന്ന് നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ തന്നെ കുറേ കാറ്റഗറി നമ്പർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കാം 725/2022 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് പാർട്ട് 1 വേരിയസ്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി കോഡ്, പോസ്റ്റിൻ്റെ നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, സ്കെയിൽ ഓഫ് പേ, ഗസറ്റ് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്, പിന്നെ ഇത് ഡിസ്ട്രിക്റ്റ് വൈസ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റ് വേണമെങ്കിലും ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇടുക്കി ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അഡ്മിറ്റഡ് അതും കൊടുത്തിട്ടുണ്ട്. OMR എക്സാമിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോബബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ള തീയതി, പിന്നെ അതിൻ്റെ ആ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് റാങ്ക് ലിസ്റ്റാണ്. റാങ്ക് ലിസ്റ്റിൻ്റെതും ഏത് ഡേറ്റിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇതും വന്നിട്ടുണ്ട്. പിന്നെ വേക്കൻസി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഒരു കാറ്റഗറി നമ്പറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.